ഹായ്. അപ്പോൾ ഇന്ന് പിണറായി വിജയൻ സഖാവിനെ പറ്റി സംസാരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഇന്ന് കേരളത്തിലൊരു വൻ മരമാണ് അദ്ദേഹം. ആർക്കും സംശയമൊന്നുമില്ല അതിൽ. എനിക്ക് കേരള ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും ശക്തനായ കമ്മ്യൂണിസ്റ്റ് നേതാവ്. 26-ാം വയസ്സിൽ MLA ആയി തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു വലിയ സംഭവമാണ്. ഒരുപാട് നമ്മൾക്കാർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇന്നത്തെ ചോദ്യം ഒന്നുമല്ല, ഈ വൻമരം വീഴുമോ? അതായത് ഇപ്പോൾ വരാൻ പോണ ഇലക്ഷനിൽ 10 വർഷമായിട്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് തുടർഭരണം നേടിയ നേതാവാണ് സഖാവ് പിണറായി വിജയൻ. ഈ നമ്മുടെ കണ്ണൂരിലെ പിണറായിയിൽ ജനിച്ചു വളർന്ന അദ്ദേഹം ഈ MLA ആയിരുന്നതിനേക്കാൾ കൂടുതൽ കാലം പണ്ട്, അതായത് മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് അദ്ദേഹം ഇതായിരുന്നിട്ടുണ്ട്, പാർട്ടി സെക്രട്ടറി ആയിരുന്നിട്ടുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം വീണ്ടും MLA ആവുന്നതും ഡയറക്റ്റ് മുഖ്യമന്ത്രി ആവുന്നതും ഒക്കെ ആയി മാറി. അദ്ദേഹത്തിനെതിരെ മറ്റേ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഭയങ്കര ജനരോക്ഷം ഉണ്ടാകുന്നു. അത് കഴിഞ്ഞ് കോവിഡ് വരുന്നു, പ്രളയം വരുന്നു, ഇതൊക്കെ അദ്ദേഹം നേരിടുന്നു. ഇത് കണ്ടിട്ട് വന്ന ഇലക്ഷനിൽ ജനങ്ങൾ അദ്ദേഹത്തിനെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നു. അദ്ദേഹത്തിന് നിശ്ചയദാർഢ്യം എന്ന് തന്നെ പറയാം. കാരണം നമുക്ക് വേറെ ആർക്കും നമ്മളെ ഇതുപോലെ വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, നമ്മളെ കൂടെ നിൽക്കാൻ പറ്റില്ല. കേരളത്തിനെ നയിക്കാൻ ഇത്രയും ശക്തിയുള്ള അദ്ദേഹം തന്നെ വേണമെന്ന് നമുക്ക് എല്ലാവർക്കും തോന്നി. അതുകൊണ്ടാണ് ഞാനും നിങ്ങളുൾപ്പെടെയുള്ള ആളുകളൊക്കെ പുള്ളിക്ക് തന്നെ വോട്ട് കൊടുക്കുന്നു. പുള്ളി ജയിക്കുന്നു, പുള്ളി വീണ്ടും മുഖ്യമന്ത്രിയാവുന്നു. അന്നും ഇന്നും പിണറായി വിജയനെ പറ്റിയുള്ള പരാതി എന്ന് പറയുന്നത് പുള്ളിക്ക് ഭയങ്കര ധാർഷ്ട്യമാണ്. അദ്ദേഹം ആരെയും അനുസരിക്കില്ല, അഹങ്കാരത്തോടുകൂടി സംസാരിക്കുന്നു. അതിൻ്റെയൊക്കെ ഉദാഹരണം നമ്മളിപ്പോൾ റീസെൻ്റായിട്ടും കാണുന്നുണ്ട്, ഇല്ലെന്നല്ല, സത്യമാണത്. അദ്ദേഹത്തിന് ധാർഷ്ട്യമുള്ളതായിട്ട് വ്യക്തിപരമായ ഒരു ഇടതുപക്ഷ അനുഭവിയായി എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതാണോ നമ്മുടെ വിഷയം? അതായത് അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യമാണോ നമ്മുടെ വിഷയം? നമ്മുടെ വിഷയം ഇതൊന്നുമല്ല. നമ്മുടെ വിഷയം ഒരു കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ഭരിക്കാനും നയിക്കാനും അദ്ദേഹത്തിന് യോഗ്യത ഉണ്ടോ, അദ്ദേഹം ആ ജോലി പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമാണ്. നമുക്ക് ആദ്യം അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് നോക്കാം. ഈ ഇത്രയും വർഷത്തിനിടയിൽ ഒരു അഴിമതി ആരോപണത്തിലെങ്കിലും അദ്ദേഹം പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആകപ്പാടെ ലാവലിൻ കേസിലാണ്. ആ ലാവലിൻ കേസിൽ തന്നെ കോൺഗ്രസിൻ്റെ UPA ഗവൺമെൻറ് ഭരിക്കുന്ന കാലത്ത് സുപ്രീം കോടതി അദ്ദേഹത്തെ ആ കേസിൽ നിന്ന് ഒഴിവാക്കി വിട്ടതാണ്. അത് കഴിഞ്ഞ് പിന്നെ 2019 ഇപ്പോൾ BJP സർക്കാരിൻ്റെ കീഴിലുള്ള CBI വീണ്ടും പിണറായി വിജയൻ ആ കേസിൽ പ്രതി ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി കൊടുത്തിരിക്കുന്നത്, കോടതിയിൽ പോയിരിക്കുന്നത്. അത് ഇതുവരെ വിധിയൊന്നും ആയിട്ടില്ല. പക്ഷേ സ്റ്റിൽ പ്രതി ചേർക്കണം എന്നാണ് ആവശ്യം. അദ്ദേഹം ഇപ്പോഴതിൽ പ്രതിയല്ല, പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കി പോയി കോടതി വിധി പ്രകാരം. പക്ഷേ അദ്ദേഹം ലാവലിൻ കേസിൽ പ്രതിയായിരുന്നോ? ശരിക്കും പ്രതിയായിരുന്നോ ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹം അഴിമതി ചെയ്തിരുന്നോ? സത്യം പറഞ്ഞാൽ ഇന്ന് വരെ കേരളത്തിന് അതിൻ്റെ യാതൊരു ദൃഷ്ടാന്തങ്ങളും കണ്ടിട്ടില്ല. കാരണം ഏകദേശം 300 കോടിയോളം രൂപയുടെ അഴിമതിയാണെന്ന് ആരോപിക്കപ്പെട്ടത്. അതിൽ പിണറായി വിജയൻ്റെ സ്വത്ത് വിവരങ്ങൾ ഈ ഇലക്ഷൻ പ്രകാരം 1 കോടി രൂപയിൽ താഴെ ഉള്ളൂ. അത് നാച്ചുറലായിട്ട് ഇൻഫ്ലേഷൻ വഴിയൊക്കെ അദ്ദേഹത്തിന് പണ്ട് കിട്ടിയ സ്വത്ത് ഒക്കെ ഇന്നത്തെ കാലത്ത് വാലിഡേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു റേറ്റാണ്. അല്ലാതെ വലിയ സമ്പാദ്യമൊന്നും അദ്ദേഹത്തിനില്ല. ഇപ്പോൾ അദ്ദേഹത്തിന് നല്ല പൈസ കിട്ടുന്നുണ്ടായിരിക്കും. കാരണം 10 വർഷമായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ കേരളത്തിലൊരു മുഖ്യമന്ത്രിക്ക് MLAയുടെ ശമ്പളവും മറ്റ് അലവൻസും എല്ലാം കൂടെ ചേർത്തുകൊണ്ട് എങ്ങനെ പോയാലും ഒരു 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സാലറി വരും. കറക്റ്റ് എത്രയെന്ന് എനിക്ക് അറിയില്ല. അപ്പം ഞാൻ വളരെ ബയാസ്ഡായി പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പിണറായി വിജയനെ പുകഴ്ത്തിപ്പാടാൻ വേണ്ടി വന്ന ആളല്ല. എൻ്റെ ഒരു ചോദ്യമാണ്, ലൈക്ക് അദ്ദേഹത്തിന് ഒരു തുടർഭരണത്തിൻ്റെ ആവശ്യമുണ്ടോ? 10 വർഷത്തിൽ കൂടുതൽ അദ്ദേഹം ഭരിക്കണം. ഇപ്പം കമ്മ്യൂണിസ്റ്റുകാരായ ഒരുപാട് പേര് തന്നെ ഒരു ഭയം ഞാൻ കാണുന്നുണ്ട്. ഇത്രയും നല്ല ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ തുടർഭരണം വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബംഗാളിലൊക്കെ സംഭവിച്ച പോലെ പാർട്ടി ഇവിടെ നശിച്ചു പോകുമോ? പിണറായി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഏറ്റവും ശക്തനായ നേതാവ്. അതുപോലത്തെ വലിയ മഹത്തായ പാരമ്പര്യമുള്ള നേതാക്കന്മാരാരും ഇന്ന് ഇന്ത്യയിലെ തന്നെ ഇല്ല സത്യം പറഞ്ഞാൽ. ഇപ്പോൾ ഈ EMSനെ പോലെ, AKGയെ പോലെ, നയനാരെ പോലെ, VSനെ പോലെ ഇത്രയും പോരാട്ട പാരമ്പര്യമുള്ള, ഇത്രയും പ്രായം ചെന്ന, ഇത്രയും ശക്തനായ ഒരു നേതാവ് കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് ആക്റ്റീവായിട്ട് വേറെ ആരുമില്ല. പിണറായി മാത്രമേ ഉള്ളൂ. അതും ഇത്രയും പുള്ളിയുടെ ഇപ്പോഴത്തെ റീസെൻറ്റ് ഇൻ്റർവ്യൂസൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. എല്ലാ ചാനലിലും അദ്ദേഹം ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. എത്രത്തോളം ഷാർപ്പാണ് അദ്ദേഹം ഈ പ്രായത്തിൽ. പുള്ളിക്ക് 82 വയസ്സുണ്ട് ഇപ്പം. അതെ, 82ആണ്. എത്രത്തോളം ഷാർപ്പാണ് അദ്ദേഹം. അദ്ദേഹത്തിന് എത്ര ക്ലിയറായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാനും സംസാരിക്കാനും സാധിക്കുന്നു. അത് എത്ര കാലം ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പോൾ വീണ്ടും ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷൻ സമയമാകുമ്പോൾ പുള്ളിക്ക് ഒരു 87 വയസ്സോളം വരും. 5 വർഷമാണല്ലോ കാലാവധി. അപ്പോൾ അത് കഴിഞ്ഞ് എന്താവും പാർട്ടിയുടെ ഭാവി? ഒരു പകരക്കാരനുണ്ടാവാൻ സാധിക്കൂ? പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രി ആവില്ല എന്ന് പലരും പറയുന്നുണ്ട്. കാരണം തോക്കാൻ സാധ്യത ഉണ്ട്, ഭരണം കിട്ടാതിരിക്കാം. ഭരണം കിട്ടിയാൽ തന്നെയും മുഖ്യമന്ത്രി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല. ചിലപ്പോൾ മുഖ്യമന്ത്രി മാറാം. പാർട്ടിയുടെ ഒരു രീതി അങ്ങനെയാണ്. കാരണം അവരങ്ങനെ നേരത്തെ മുൻകൂട്ടി മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുകയൊന്നുമില്ല. ജയിച്ചു കഴിയുമ്പോഴാണ് ആരാണ് മുഖ്യമന്ത്രി എന്നൊക്കെ തീരുമാനിക്കുന്നത്. പിണറായി വിജയൻ മാറുമോ?
ഒരു പുതിയ നേതാവ് വരൂ, ആ നേതാവിന് ഈ നാടിനെ നല്ലപോലെ നയിക്കാൻ സാധിക്കൂ? ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. ഞാനും അതിനെപ്പറ്റി ആലോചിക്കാറുണ്ട്. ഈ തുടർഭരണം സംഭവിച്ചാൽ ഈ നാടും നമ്മുടെ ഈ നാട്ടുകാരും ഒക്കെ ഈ പാർട്ടിയെ വെറുത്ത്, ലോകത്തിൽ ആദ്യമായിട്ട് നമുക്കെന്താ പറയുക, ഇതിലൂടെ വോട്ടെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഉള്ളത് കേരളത്തിലാണ്, അല്ലാതെ ക്യൂബയിലോ റഷ്യയിലോ ചൈനയിലോ ഒന്നുമല്ല, ഈ കൊച്ചു കേരളത്തിലാണ്. അതുകൊണ്ടാണ് അന്നത്തെ അമേരിക്കയിലെ ഇന്ത്യൻ അംബാസഡർ ആയിരുന്ന അയാളുടെ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നു, അദ്ദേഹം കേരളത്തെ ഒരു ഡേഞ്ചറസ് പ്ലേസ് എന്ന് വിശേഷിപ്പിച്ചത്. അതൊക്കെ ഒരു വലിയ കഥയാണ്, വേറെ ദിവസം പറയാം. സോ എനിവേ, കഴിഞ്ഞ 10 വർഷമായിട്ട് അദ്ദേഹം ഭരിക്കുന്നു. ഇതിനിടയ്ക്ക് സ്വർണ്ണക്കൊള്ള, ശബരിമല അഴിമതി, പിന്നെ പല അഴിമതികളും വന്നു. ഈ അഴിമതികളിലൊന്നും പ്രതിപക്ഷത്തിനോ അല്ലെങ്കിൽ NDA മുന്നണിക്കോ ഒന്നും ഒരു ആരോപണം പിണറായി വിജയനെ നേരെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അവർ ഈ വേറെ പലർക്കും എതിരാണ് വന്നത്. ഒബ്വിയസ്ലി മുഖ്യമന്ത്രി ദേവസ്വം ബോർഡിൻ്റെ കാര്യങ്ങൾ ഇടപെടാറില്ല. ദേവസ്വം ബോർഡ് നയിക്കുന്ന ബോർഡ് തന്നെയാണ് ദേവസ്വം മന്ത്രി പോലും സത്യം പറഞ്ഞാൽ ദേവസ്വം ബോർഡിൽ ഇടപെടാൻ പറ്റില്ല. ബോർഡാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ബോർഡിലിരുന്നവരെല്ലാവരും ആ പാർട്ടി നിശ്ചയിക്കുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ പാർട്ടിക്കാരായിരുന്നു. അവർ അഴിമതിയിൽ ഇൻവോൾവ് ആയിരുന്നു. അവരെയൊക്കെ പിടിക്കപ്പെട്ടു. ഒന്നും ആയിട്ടില്ല ഇതുവരെയായിട്ടും. നല്ല രീതിയിൽ നടക്കുന്നു എന്നാണ് കഴിഞ്ഞ ആഴ്ചയും ഹൈക്കോടതിയിൽ നിന്ന് വന്ന ഇതിൽ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഹൈക്കോടതി മാധ്യമങ്ങളോട് അറിയിച്ച ഒരു കാര്യത്തിൽ പറയുന്നത്, അന്വേഷണത്തിൽ ഇതുവരെയായിട്ടും തെറ്റായ ഒരു നീക്കമില്ല എന്നാണ് പറയുന്നത്. പിന്നെ അതൊക്കെ ജഡ്ജ് ചെയ്യാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിണറായി വിജയൻ അഴിമതി ചെയ്തതായിട്ട് ഇതുവരെ ആരും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പിണറായി വിജയനെതിരെ വേറെ ആരോപണം ഒരുപാട് പേര് പറയുന്നത്, അതായത് അയ്യോ അയാൾക്ക് അഴിമതിയല്ല വേണ്ട, അയാൾക്ക് അധികാരമാണ് അയാളുടെ ലഹരി, ആ ലഹരിക്ക് വേണ്ടിയാണ് അദ്ദേഹം ഈ കാട്ടിക്കൂട്ടുന്നത്, അല്ലാതെ പൈസ ഒന്നുമല്ല പിണറായി വിജയൻ്റെ വിഷയമാണ്. ഓക്കെ, അതായിരിക്കില്ല പുള്ളിയുടെ വിഷയം. പക്ഷേ അദ്ദേഹം ആ അധികാരം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടോ? നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരളത്തിൽ പ്രത്യേകിച്ച് കേന്ദ്ര ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുന്നു എന്നുള്ള കാര്യം നമ്മുടെ എല്ലാവർക്കും അറിയാം. ഈ NDA മുന്നണി, ഇപ്പോൾ കേരളത്തിലുള്ള BJP നേതാക്കൾ തന്നെ സമ്മതിക്കുന്നൊരു കാര്യമാണത്. അപ്പോൾ അത് ചെയ്തിട്ട് പോലും കേരളം മുന്നോട്ട് പോകുന്നു, നടക്കേണ്ട കാര്യങ്ങൾ നടക്കുന്നു. 5 വർഷം നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി സാറ് ഭരിച്ച സമയത്ത് അത് സംഭവിച്ചില്ല. അദ്ദേഹം ഈ ആളുകളോട് സൗമ്യമായി പെരുമാറുന്ന, സൗമ്യമായ കാര്യങ്ങൾ നയിക്കുന്ന ഒരു നേതാവായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിന് ആളുകളിലേക്ക് എത്താൻ സാധിച്ചില്ല. എന്നുവെച്ചാൽ ആളുകളുടെ കാര്യങ്ങൾ നടപ്പാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യമായ യാഥാർത്ഥ്യം. കാരണം നമ്മളെ സ്നേഹിക്കുന്നൊരു നേതാവാണോ നമുക്ക് വേണ്ടത്, നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്ന നയിക്കുന്നൊരു നേതാവാണോ നമുക്ക് വേണ്ടത്? അതൊക്കെ വല്ലാത്ത ചോദ്യമാണ്. ഒരു നല്ല വ്യക്തി ഒരു നല്ല നേതാവ് ആവണമെന്നില്ല, ഒരു നല്ല നേതാവ് ഒരു നല്ല വ്യക്തി ആവണമെന്നുമില്ല. ഇപ്പോൾ പിണറായി വിജയൻ ഒരു നല്ല വ്യക്തിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അറിവിലാണ് അദ്ദേഹത്തിൻ്റെ ഈ അഹങ്കാരം എന്ന് പറയുന്നൊരു കാര്യം മാറ്റി വെച്ചത്. കാരണം പുള്ളിക്ക് വേറെ എന്തെങ്കിലും ഒരു ദുശീലമുള്ളതായിട്ടോ, പുള്ളി ഒരു മദ്യം വെച്ചതായിട്ടോ സിഗരറ്റ് വലിച്ചതായിട്ടോ ആരും കേട്ടിട്ടില്ല. പുള്ളി ഒരു സ്ത്രീയോടോ ഒരു കുട്ടിയോടോ ഒന്നും അപമര്യാദയായി ഈ സെക്ഷുവലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം സംസാരിച്ചതോ ബിഹേവ് ചെയ്തതായിട്ട് നമ്മളൊരു സ്വപ്നത്തിൽ പോലും കേട്ടിട്ടില്ല, നടന്ന ചരിത്രവും ഇല്ല. അതാണ് അവസ്ഥ. അപ്പോൾ ആ ഒരു കണത്തിൽ പുള്ളി ഒരു നല്ല ആളാണ്. പക്ഷേ ഈ പറഞ്ഞല്ലോ ധാർഷ്ട്യം, അഹങ്കാരം, ആളുകളുമായിട്ട് ചിരിച്ച് സംസാരിക്കുന്നില്ല. അപ്പോൾ ഉമ്മൻചാണ്ടി സാർ ഒരുപാട് ചിരിച്ച് സംസാരിക്കുമായിരുന്നു. അദ്ദേഹം ചിരിച്ചിട്ടല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. ഞാനന്ന് കുഞ്ഞാണ് പുള്ളി ഭരിക്കുന്ന സമയത്ത്. അപ്പോൾ പുള്ളി ചിരിച്ചിട്ടല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ പോലും എത്ര സൗമ്യമായി പെരുമാറുന്ന ആ മനുഷ്യൻ കേരളത്തിലൊരു ഭരണകർത്താവ് എന്നുള്ള നിലയിൽ എത്രത്തോളം പരാജയമായിരുന്നു എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഒരുപാട് കാര്യത്തിൽ പരാജയപ്പെട്ടു. സ്റ്റിൽ ഇപ്പോൾ കാലം മാറി. ഇനി വരുന്നൊരു കോൺഗ്രസ് ഗവൺമെൻറ് ചിലപ്പോൾ ഇതിനേക്കാളും മികച്ച രീതിയിൽ ഭരിക്കാൻ സാധിക്കട്ടെ. അതാണ് എൻ്റെ ആഗ്രഹം, അങ്ങനെ ഭരണം കിട്ടിയാൽ അവർക്ക്. കാരണം ആര് ഭരിച്ചാലും നാട് നന്നാവണമെന്നാണ് ഒരു സാധാരണക്കാരനായ മലയാളി ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഇവിടെ ഒരു കലാപമുണ്ടാവാനോ ആളുകൾ തമ്മിൽ തല്ലി ചാവാനോ ഒന്നും ആരും ആഗ്രഹിക്കുന്നില്ല, ഞാനും ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഈ നാട് നല്ല രീതിയിൽ പോകണം, നമുക്കെല്ലാവർക്കും ഒരു നല്ല ജീവിതം ഉണ്ടാവണം, നമുക്ക് എല്ലാ സൗകര്യങ്ങളും. ഇപ്പോൾ പണ്ടൊക്കെ ഈ പൊളിഞ്ഞ റോഡുകളിലൂടെയൊക്കെ വണ്ടിയൊക്കെ ഓടിച്ച് സൈക്കിളിലൊക്കെ പോയി തലകുത്തിയൊക്കെ വീണ് ശീലമുള്ള ആളാണ് ഞാൻ. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാതെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ജീവിക്കാൻ സാധിക്കുക, അതുപോലെ പീസ്ഫുള്ളായിട്ട് ജീവിക്കുക, എല്ലാ ബേസിക് സ്ട്രക്ചേഴ്സും ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. സോ ഈ തുടർ ഭരണം കിട്ടിയത് കൊണ്ട് തന്നെ ആളുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തില്ല, ആര് ഭരിച്ചാലും. കാരണം നമ്മൾ 100 കാര്യമുണ്ടെങ്കിൽ ഒരു 80 കാര്യമേ ചെയ്ത് തീർക്കാൻ സാധിക്കൂ. കാരണം നമ്മുടെ സിസ്റ്റം ഒരു സ്ലോ പ്രോസസ്സ് ആയതുകൊണ്ട്. സോ ഈ 10 അല്ലെങ്കിൽ 20% കാര്യങ്ങൾ കൊണ്ട് ഇനി തുടർന്ന് ഈ പാർട്ടി ഇവിടെ ഭരിക്കേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കൂ, നിങ്ങളടങ്ങുന്ന നമ്മുടെ സമൂഹം തീരുമാനിക്കൂ. അതോ ഇതന്നെ തുടർന്ന് പോയാൽ പിന്നെ എന്ത് സംഭവിക്കുന്നുള്ള പേടി നമുക്കെല്ലാവർക്കും ഉണ്ടോ?
പിണറായി വിജയൻ എന്ന് പറയുന്ന ഇന്ന് കേരളത്തിലെ ഏറ്റവും ശക്തനായ നേതാവ്, അദ്ദേഹം ജയിച്ചാലും തോറ്റാലും അങ്ങനെ തന്നെ ആയിരിക്കും, ആ നേതാവ് ഭരണം കയ്യിലാളുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. അദ്ദേഹത്തിന് വീണ്ടും ഒരു 3ാം ടേം കൊടുക്കാൻ ജനങ്ങൾ തയ്യാറാകുമോ? നിങ്ങൾക്ക് തോന്നുന്നു?